ഹായ് ഹലോ നമസ്കാരം. ഷീദൂസ് ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് എന്താണ് വിഷയം എന്നറിയോ? നമ്മളെ വിഷയം എന്ന് പറയുന്നത് നമ്മൾ കുറേ സൈഡിലൊരു വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മിസ് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. എന്നാലും ബിഗ് ബോസ് ഇപ്പം സീസൺ 6 നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ കാണാറുണ്ട്. മാക്സിമം സമയം കിട്ടുമ്പോഴൊക്കെ 24/7 കാണാൻ നോക്കാറുണ്ട്, ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്ന് സംസാരിക്കണമെന്ന് തോന്നിയിട്ടാണ് വന്നത്. ഗബ്രി ജാസ്മിൻ വിഷയമാണ്. അത് ഇപ്പം അവരുടെ പ്രണയം സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത് എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആളുകൾ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അതിലൊന്നുമില്ല, സത്യമൊന്നുമില്ല, അത് അവർ ഷോന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു എന്താണ് ലവ് ട്രാക്കാണെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റുള്ളവർ അത് സത്യമാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം ഞാൻ എൻ്റെ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, ഗബ്രി ജാസ്മിൻ ആദ്യം തുടങ്ങിയത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത്. ഇനി ഇതിന് നമ്മൾക്ക് എതിരഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടാവും അല്ലേ? കമൻറ്റിൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. പക്ഷെ എന്നെ തെറി വിളിക്കാതിരുന്നാൽ മതി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത്, ഗബ്രി ജാസ്മിൻ അവരൊരു ലവ് ട്രാക്ക് തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ലവ് ട്രാക്ക് എപ്പോഴും എല്ലാ ബിഗ് ബോസ് സീസണിലും വളരെ സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ലവ് ട്രാക്ക്. അത് ആ ഒരു കോംബോ വരുന്ന സമയത്ത് ആളുകൾ പെട്ടെന്ന് അതിലേക്ക് അട്രാക്റ്റ് ആവുകയും അവരുടെ കോംബോ നല്ല സക്സസ് ആയി വരികയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊരുപാട് ഉദാഹരണങ്ങളൊന്നും ഒക്കെ ഉണ്ട്, പേരൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ചിലത് നമുക്ക് ആളുകളെ പറ്റിക്കാനൊന്നും പറ്റില്ല, ചില കോംബോ നമുക്ക് മനസ്സിലായിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സീസൺ അതുപോലെ ഒരു ട്രാക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചതായിരുന്നു ശരിക്ക് പറഞ്ഞാൽ. പക്ഷേ ആ ട്രാക്ക് സക്സസ് ആയിട്ടില്ല. അതാ നമുക്കെല്ലാവർക്കും അറിയാം. കാരണം എന്ന് വെച്ചാൽ അവരുടെ പല തരത്തിലുള്ള അതായത് ഹൗസിനുള്ളിൽ അവർ കാണിച്ചുകൊണ്ടിരുന്ന പലതും ഒരു തരം ആത്മാർത്ഥതയില്ലായ്മയായിട്ടാണ് നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളുടെ അടുത്തേക്ക് ആ ഷോ വരുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ അതിലൊരു ആത്മാർത്ഥതയില്ല. അവരവരുടെ ആ ഷോയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കാണിച്ച പല ഇതുമാണ് നമുക്ക് മനസ്സിലായത്. അതിപ്പോൾ ഈ ലാസ്റ്റ് നിമിഷം പോലും ഗബ്രിയുടെ കാര്യം എടുത്താൽ, ഗബ്രി ലാലേട്ടൻ്റെ അടുത്ത് എത്തിയതിന് ശേഷവും ജാസ്മിനോട് യാത്ര പറയാതെയാണ് പോയത്. അതിന് ഗബ്രിക്ക് ഗബ്രിയുടേതായ ന്യായമൊക്കെ ഉണ്ടാവുമായിരിക്കും. എന്നാലും അവൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഗെയിം അവിടെ കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജാസ്മിൻ അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജാസ്മിൻ കളിയായിട്ട് തുടങ്ങിയതാണെങ്കിൽ പോലും അത് കാര്യമായിട്ട് ജാസ്മിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഗബ്രിയോടുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്, നമുക്ക് കൺക്ലൂഷൻ പറയാം, ഇത് കൂടുതൽ വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത്, ഒരു സാധാരണ പ്രേക്ഷക എന്നുള്ള രീതിയിൽ, ഒരു ബിഗ് ബോസ് ഷോ കാണുന്ന ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ആ രീതിയിൽ ഇത് എങ്ങനെയാണ് അവസാനിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ റിലേഷൻഷിപ്പ് അവസാനിക്കുക ജാസ്മിൻ എവിക്റ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ജാസ്മിൻ ലാസ്റ്റ് ടൈം ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് അവർ തമ്മിൽ ഇനി ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന സൗഹൃദ ബന്ധം മുന്നോട്ട് പോകാൻ മാത്രമാണ് ചാൻസ്. അത് മാത്രമേ ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുള്ളൂ. കാരണം ഗബ്രി പൂർണ്ണമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് ജാസ്മിനായിട്ടൊരു സീരിയസ് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ല, എനിക്ക് അവളോട് ഇഷ്ടമുണ്ട്, പക്ഷേ ആ ഇഷ്ടം ഞാൻ വിവാഹത്തിലോ അല്ലെങ്കിൽ ഒരു പ്രണയത്തിലേക്കോ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത് ഗബ്രി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ജാസ്മിൻ ഈ ഷോയിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അവരുടെ സൗഹൃദം മുന്നോട്ട് പോകാനാണ് സാധ്യത. ജാസ്മിൻ എന്തൊക്കെ സൗഹൃദം പ്രണയത്തിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാലും ആ പ്രണയം വർക്കൗട്ട് ആയില്ല. അഥവാ ആ പ്രണയത്തിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ പ്രണയം കാണിച്ചാലും ആ ഒരു പ്രണയം മുന്നോട്ടേക്ക് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ ആ പ്രണയം മുന്നോട്ടേക്ക് പോവില്ല. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്, ഈ ഷോ അവസാനിക്കുന്നതോടുകൂടി അവരുടെ ഈ കോംബോ അവസാനിക്കും. കോംബോ എന്ന് പറയുന്നത് അവരുണ്ടാക്കി വെച്ച പ്രണയം എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് എന്നൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ അവർ അവസാനിപ്പിക്കും. അത് ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതോടെ ഞങ്ങൾ വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നുള്ള രീതിയിലാണ് അവരിനി സംസാരിക്കുക. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, ഷോയ്ക്കകത്തും പുറത്തൊക്കെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, ഇനിയും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരിക്കും കേട്ടോ, അങ്ങനെയാണ് ജാസ്മിൻ പറയാൻ സാധ്യത. ഓക്കെ, ടാറ്റാ. ഇനി ഇതിന് കമൻറ്റുമായിട്ട് വന്ന് എന്നെ പൊങ്കാല ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടോളൂ, കുഴപ്പമില്ല, പക്ഷേ കുറച്ച് മയത്തിലൊക്കെ ഇടണം കേട്ടോ. ഓക്കെ, ബൈ, ടാറ്റാ.